കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിനി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കാനിരിക്കുകയാണ്. ഇന്നലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. രാജ്കുമാർ, ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇന്ന് സ്കൂളിലേക്ക് പോകേണ്ടതായിരുന്നു മിഥുൻ. എല്ലാ വിദ്യാർത്ഥികളെയും പോലെ സ്കൂളിലെത്തി പഠിക്കേണ്ടതായിരുന്നു. അവരുടെ സ്വപ്നങ്ങളിലേക്ക് ചുവടുവെക്കേണ്ടതായിരുന്നു. മിഥുൻ ഇന്ന് നമ്മോടൊപ്പമില്ല. ആരുടെ അനാസ്ഥയാണ് എന്ന അന്വേഷണ റിപ്പോർട്ടൊക്കെ വരട്ടെ. ഇന്നത്തെ നടപടിക്രമങ്ങളൊക്കെ ഏത് രീതിയിലാണ്? മിഥുനിൻ്റെ സംസ്കാരം നിശ്ചയിക്കേണ്ടതുണ്ട്. അമ്മ നാട്ടിലെത്തിയിട്ടില്ല. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ജീവിതത്തിൽ നല്ലൊരു കരക്കെത്തിക്കാനുമാണ് അമ്മ വിദേശ രാജ്യത്തേക്ക് വീട്ടുജോലിക്കായി പോയത്. അമ്മ തിരിച്ചു വരേണ്ടതുണ്ട്. അമ്മയുടെ ആ ഒരു സങ്കട കാഴ്ച ഇപ്പോഴും നമ്മളുടെ എല്ലാം ഉള്ളുലയ്ക്കുന്നുണ്ട്. മിഥുനിൻ്റെ മരണം. അപ്പോൾ അമ്മയ്ക്ക് എത്രത്തോളം താങ്ങാൻ കഴിയുമെന്ന് നമുക്ക് ഒട്ടും പറയാനോ പ്രതീക്ഷിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. മറ്റ് നിയമ നടപടികൾ, പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. സ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈ സൂചിപ്പിച്ചതുപോലെ അമ്മ കുവൈത്തിലായിരുന്നു ജോലി. അവർ തുർക്കിയിലേക്ക് പോയിരുന്നു. ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ സന്ധ്യയോടുകൂടി അക്കാര്യത്തിൽ ഒരു പോസിറ്റീവായി അവരെ വിവരങ്ങൾ ധരിപ്പിക്കാൻ, മരിച്ചു എന്നുള്ള വിവരം പൂർണ്ണമായും അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എന്തായാലും അവർ കാര്യങ്ങൾ ധരിപ്പിച്ചു. അവർ നാളെ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എൻ്റെ സമയവും മറ്റു കാര്യങ്ങളും, ഈ ഫ്ലൈറ്റിൻ്റെ സമയം മറ്റു കാര്യങ്ങളുടെ കാര്യത്തിൽ ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റിയൊക്കെ നോക്കിയിട്ടായിരിക്കും അത് ചെയ്യുക. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തണമെന്നുള്ള അറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് അവർ നാട്ടിലെത്തും. എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫ്യൂണറൽ സംബന്ധിച്ച് എങ്ങനെയാണെന്നുള്ളൊരു തീരുമാനം എടുക്കുക. അതിൽ സ്കൂളിൽ പൊതുദർശനം, അതിനുശേഷമായിരിക്കും ഈ വീട്ടിലോ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന സ്ഥലത്ത് സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അത് സംബന്ധിച്ച കാര്യങ്ങളിൽ മനസ്സിലാവുന്നത്. അതേസമയം തന്നെ ഇന്ന് അവിടെ ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ അവരുടെ സംഘം ഇന്ന് വീണ്ടും ആ സ്കൂളിൽ എത്തുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സംഘം ഇന്നലെ തന്നെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ബാലാവകാശ കമ്മീഷൻ്റെ ഇന്നവിടെ സന്ദർശിച്ച് അതിൻ്റെ തെളിവെടുപ്പുകൾ നടത്തും. അത് ഇന്നലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അവിടെ എത്തി ഈ ഒരു വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അവിടെ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾ എന്ന നിലയിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണ് ചുറ്റിനും സാധാരണഗതിയിൽ തന്നെ ഉണ്ടാവുക. മുതിർന്നവർ ചിന്തിക്കുന്നത് പോലെ കുട്ടികൾ ഒരിക്കലും ചിന്തിക്കില്ല. അതുകൊണ്ട് കുട്ടികൾ ചിന്തിക്കുന്നത് ഏതൊക്കെ ദേശം എവിടം വരെ എത്താമെന്ന് മനസ്സിലാക്കി അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട കടമ മുതിർന്നവർക്കാണെന്ന് ഇന്നലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് സനലും പറഞ്ഞിരുന്നു. വീഴ്ച ആരുടെ ഭാഗത്താണ്, ഇനി അനാസ്ഥയുണ്ടോ വീഴ്ചയുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നിലവിൽ 3 ഏജൻസിയാണ്. ഒന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് വരണം, 1. 2 KSEBയുടെ ഇതിനകത്തുള്ള അന്വേഷണം, 3 പോലീസ് അന്വേഷണം. ഇത് 3ഉം സമാന്തരമായി തന്നെ നടക്കും. ഈ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ ക്രോഡീകരിച്ച് ഗവൺമെൻറ്റിന് ഇതിലെ നടപടികളിലേക്ക് ഇനി കടക്കാനേ കഴിയൂ. ഈ റിപ്പോർട്ടുകൾ കിട്ടണം. ഇപ്പോഴെല്ലാം ഉള്ളതെല്ലാം പ്രാഥമിക റിപ്പോർട്ടുകൾ മാത്രമാണ്. ഇനി കൂടുതൽ തെളിവെടുപ്പുകളും ഇതിൻ്റെ മൊഴികളും എടുത്ത് ശേഖരിച്ച് വേണം ഇതിലേക്ക് പോകാൻ. ഈ ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥി അതുലിൻ്റെ ചെരുപ്പെടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ മിഥുന് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചു എന്നാണ് ഇന്നലെ വിദ്യാർത്ഥികൾ ഈ അധ്യാപകരോട് ഇന്നലെ പറഞ്ഞത്. അത് അധ്യാപകർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇന്നലെ ക്ലാസ് ടീച്ചർ, ഈ മിഥുൻ്റെ ക്ലാസ് ടീച്ചർ ഇന്നലെ അവശയായിരുന്നു. അവർക്ക് സംസാരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. HM പോലും പലപ്പോഴും വിങ്ങിപ്പോയി. അത്രമാത്രം ഈ മിഥുൻ്റെ ആ ഒരു വിയോഗത്തിൽ ആ സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും സഹപാഠികളും ഈ നാടും ഒക്കെ ദുഃഖിതരായാണ്. ഇപ്പോൾ വിനീഷ സൂചിപ്പിച്ചതുപോലെ ഇനി അവരമ്മയുടെ വരവിന് ശേഷമായിരിക്കും മറ്റുള്ള ഇതിലേക്ക് പോവുക. പഞ്ചായത്ത് അവിടെ ഭരിക്കുന്നത് UDFിൻ്റെ ഭരണമാണ് അവിടെ നടക്കുന്നത്. ഈ സ്കൂളിൻ്റെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതും അക്കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് അവിടെ ഈ സ്കൂളിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഇപ്പം തന്നെ 3 കെട്ടിടങ്ങളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ അവിടെ നടക്കുന്നുണ്ട്. ആ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. 1200ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ, അതും 100 വർഷം പഴക്കമുള്ള സ്കൂൾ, ഒരുപാട് ചരിത്രങ്ങൾ ഉള്ള ഒരു സ്കൂൾ കൂടിയാണത്. ഫിനിഷ്.